നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. നമ്മൾ മുമ്പത്തെയൊക്കെ വീഡിയോകളിൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഈ അപ്രോച്ച് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റ് 5 മാസത്തിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊമ്മാടി മുതൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ കളർക്കോട് വരെയുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഏകദേശം 6-7 കിലോമീറ്റർ നീളത്തിലായിട്ടാണ് ആലപ്പുഴ ബൈപ്പാസിൻ്റെ നീളമുള്ളത്. 6 ആണ്. അപ്പം നമ്മൾ നേരെ ഇനി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മുമ്പോട്ട് പോകുമ്പം അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലായിട്ട് നടക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ബൈപ്പാസിൽ ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ കാണിച്ചപ്പോൾ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വരികയായിരുന്നു. ഒരു ഭാഗത്തെ ടാറിങ് വർക്കുകൾ നടന്നിട്ടുണ്ടായിരുന്നു. സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാറിങ് വർക്കുകൾ ഏകദേശം ആദ്യത്തെ ലെയർ ടാറിങ് വർക്കുകളൊക്കെ പൂർത്തിയായി വരുന്നുണ്ട്. ഇടയ്ക്കായിട്ടുള്ള ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. രണ്ട് സൈഡിലും വലത്തേ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇടത്തേ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി പുരോഗമിച്ച് മുമ്പോട്ട് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇനി വലത്തേ സൈഡിൽ അവരുടെ ഒരു കോൺക്രീറ്റ് മിക്സർ പ്ലാന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലായിരിക്കും ഈ ഒരു ഭാഗത്തേക്ക് വലത്തേ സൈഡിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരാനുള്ള സാധ്യതയുള്ളത്. നമ്മളിനി നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇനി മാളികമുക്ക് ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ബൈപ്പാസിൽ ഉണ്ടായിരുന്ന ടോൾ പ്ലാസയൊക്കെ നിന്നിരുന്ന സ്ഥലം കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്തൊക്കെ ഇപ്പം ടാറിങ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ വലത്തേ സൈഡിലായിട്ട് നമുക്ക് ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ്. അതിഞ്ഞ് എടുത്ത് വെക്കേണ്ട പണികൾ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് ബാക്കി റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ബാക്കി കിടക്കുകയാണ്. അപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ നമുക്കിവിടെ രണ്ട് അണ്ടർപാസ് ഉണ്ട്. 2 അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇതിനിടയ്ക്കായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയുണ്ട്. നേരെ മുമ്പോട്ട് വരുമ്പം ഫ്ലൈ ഓവറിൻ്റെയും പിന്നെ ആ ഒരു അണ്ടർപാസിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 5 മാസം മുമ്പേ ഉള്ള വീഡിയോയിലും വലത്തേ സൈഡിലായിട്ട് ആ ഒരു ചെറിയ ആറി വാൾ ബ്ലോക്ക് വെച്ചിട്ടുള്ള വാൾ ബ്ലോക്ക് ബ്രിക്സ് വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറച്ച് നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടത്തേ സൈഡിലായിട്ട് കാണുന്ന താഴ്ഭാഗത്തായിട്ട് അവിടെ ഡ്രൈനേജിൻ്റെ പണി കുറച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം റെഡിമെയ്ഡായിട്ടുള്ള ചെറിയ പീസായിട്ടുള്ള ആ ഒരു ഡ്രൈനേജാണ് വെച്ചിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പണി ഇടത്തേ സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് മാളികമുക്ക് ഭാഗം കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പോൾ ഉള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ഇനി ഗർഡറുകൾ വെക്കുന്ന പണി ആണ് പ്രധാനമായിട്ടുള്ളത്. ഇത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ കുതിരപ്പന്തി ബീച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോകുമ്പം നമ്മുടെ ബൈപ്പാസ് വളഞ്ഞു വന്ന് കയറുന്ന ആ ഒരു ഭാഗത്തായിട്ടും ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരും. അവിടെയും വെച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ 2 ഭാഗത്തും ഇതുവരെയായിട്ട് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല. ഗർഡർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണികളൊന്നും ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. അത് രണ്ടുമാണ്. ഈ 2 ഇനി പ്രധാന പണികൾ വരാനുള്ളത്. ഇനി നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നേരെ ഇനി നമ്മൾ ആലപ്പുഴ ബീച്ച് ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലത്തേ സൈഡിലായിട്ടുള്ള ഭാഗത്തായിട്ട് പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ടുള്ള ടാറിങ് വർക്കുകളൊക്കെ ഇത്രയും ഭാഗത്തായിട്ട് കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ ഒരു കണക്ഷൻ വരുന്നത്, അതായത് ഗർഡറുകളൊക്കെ വെച്ചിട്ട് ടാറിങ് കഴിഞ്ഞതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഭാഗം കുത്തിപ്പൊളിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത്രയും ഭാഗത്തായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം അവർ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് പണികളൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് എൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയത്തില്ല അതെന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇത്രയും പണി കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ താഴ്ഭാഗത്തായിട്ടാണ് കുറച്ച് പണി പുരോഗമിച്ചിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് ഡ്രൈനേജിൻ്റെ പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. മുമ്പോട്ട് വരുമ്പോൾ കുറച്ച് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ആ ഒരു ഭാഗത്തായിട്ട് താഴ്ചയിൽ ബീച്ച് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നിടത്ത് പുരോഗമിച്ചിട്ടുണ്ട്. അത് താഴ്ഭാഗത്തെ കാഴ്ചകൾ പിന്നൊരിക്കൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മുടെ ബീച്ച് ഭാഗത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഗർഡറുകൾ വന്ന് ജോയിൻ്റ് ആവുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത്രയും ഭാഗത്ത് നമുക്ക് അവർ പൊളിച്ചിട്ട് അവിടെ കുറച്ച് പണി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പം നമുക്ക് ഈ 2 ഫ്ലൈ ഓവറിൻ്റെ ഇടയ്ക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ
അവിടെ താഴ്ചയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ പണി കുറച്ച് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ഇവിടെ പുതിയതായിട്ട് നടക്കാൻ പോവുകയാണ്. വലത്തേ സൈഡിലായിട്ട് നമുക്കിപ്പം പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ വലത്തേ സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് എവിടെ കൊണ്ട് വെക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ സാധനം നമുക്ക് പല സ്ഥലത്തും ഈ ഫുട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ആ ഒരു സാധനം ഈ ഒരു ഭാഗത്തും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ആലപ്പുഴ ബീച്ച് ഭാഗത്തായിട്ടുള്ള ബൈപ്പാസിൽ ബീച്ച് ഭാഗത്തായിട്ടുള്ള കാഴ്ചകൾ. ഇതാണ് ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ. ആലപ്പുഴ ബീച്ച് ഭാഗം കഴിഞ്ഞ് ഇനി നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് ഇനി നേരെ കുതിരപ്പന്തി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമ്മളിപ്പം ഇടത്തേ സൈഡിലായിട്ട് ദൂരെ കാണുന്നത് നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ്. മുമ്പോട്ട് വരുമ്പോൾ വലത്തേ സൈഡിൽ കാണുന്ന ടവർ കോസ്റ്റൽ സർവൈലൻസ് ടവറാണ്. അപ്പോൾ തീരദേശ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വലത്തേ സൈഡിലായിട്ടൊരു വലിയ ടവർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ നാട്ടിലേക്കെങ്ങാനും അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടവർ ഇവിടെ വലത്തേ സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്നത്. റഡാർ സംവിധാനമാണ് അതിൻ്റെ മുകളിലിരുന്ന് കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. നേരെ നമ്മളിനി മുമ്പോട്ട് പോവുകയാണ്. ഇനി നമ്മുടെ ദേശീയപാത 66 വളഞ്ഞ് നേരെ കുതിരപ്പന്തി ജംഗ്ഷൻ ഭാഗത്തേക്ക് വളഞ്ഞ് കയറി പോവുകയാണ്. അപ്പോൾ കുതിരപ്പന്തി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ ട്രെയിൻ പാളം അടുത്ത് ക്രോസ് ചെയ്ത് പിന്നെ ഹരിപ്പാട് കായംകുളം ഡയറക്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ കണക്ക് ഗർഡറുകൾ എടുത്തു വെക്കേണ്ട പണികളുണ്ട്. അപ്പം ആ ഒരു കാരണം കൊണ്ടായിരിക്കും പിന്നെ പണികളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടുത്തെയൊക്കെ പരിപാടികൾ ഇത്രയും കഴിഞ്ഞ് കിടക്കുകയാണ്. വലത്തേ സൈഡിലും ഇടത്തേ സൈഡിലുമായിട്ടുള്ള റോഡ് പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്നതും എനിക്ക് തോന്നിക്കുന്നത് പലരും വീഡിയോ ചെയ്യാതെ പറയുന്നത് 3 വരിയും പിന്നെ ഇടത്തേ സൈഡിലുള്ള നമ്മുടെ പഴയ ഫ്ലൈ ഓവർ 2 വരിയും ആയിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. വലത്തേ സൈഡിലുള്ളത് 2 വരിയും ഇടത്തേ സൈഡിലോട്ടുള്ളത് 2 വരിയായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുവാണെന്ന് നമുക്കിനി ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാം. നമ്മളിനി അടുത്ത റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്ന ഭാഗത്തേക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഗ്യാപ്പ്. അപ്പോൾ ഇന്ന് ഗർഡറുകൾ വെക്കേണ്ട പണികളാണ് വരാനുള്ളത്. റെയിൽവേയുടെ നിയന്ത്രണത്തിലായിരിക്കും ഗർഡറുകൾ വെക്കുന്ന പണി ആരംഭിക്കുക. ഇനിയിപ്പം അധികം താമസിയാതെ തന്നെ ഗർഡറുകൾ വെക്കുന്ന പണികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം ഒരുപാട് സമയം കടന്നു പോയിട്ടുണ്ട്. 6 വരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 വർഷത്തെ കാലാവധി പറഞ്ഞിട്ടിപ്പം 5 വർഷത്തോളം ആവാറായിട്ടുണ്ട്. അപ്പം കുറേയധികം കാലതാമസം നേരിട്ടിട്ടാണ് ഇത്രത്തോളം പണി ഉണ്ടായത്. അപ്പം ഇനി ഉടൻ തന്നെ വെക്കുമെന്നാണ് കരുതുന്നത്. നേരെ ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്ന ഭാഗം കഴിഞ്ഞേച്ച് നേരെ ഇനി കുതിരപ്പന്തി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഈ കുതിരപ്പന്തി ജംഗ്ഷന് എത്തുന്ന ആ ഒരു ഭാഗത്ത് വലത്തേ സൈഡിൽ നമ്മുടെ നിലവിലെ റോഡിൻ്റെ വലതു ഭാഗത്തായിട്ടുള്ള സ്ഥലത്തൊക്കെ കുറച്ച് കാടൊക്കെ വെട്ടി തെളിച്ച് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് വലത്തേ സൈഡിലുള്ള ഭാഗത്തായിട്ട് തന്നെ ചെറിയ വാൾ ബ്രിക്സ് ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് ഇനി മുമ്പോട്ട് നടക്കാനുള്ളത്. അപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് പ്രധാനമായിട്ടും ഇനി നടക്കാനുള്ളത്. പക്ഷേ മണ്ണിടുന്ന പണി ഇപ്പം പെൻഡിങ്ങിലാണെന്നാണ് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം പാതിരാപ്പള്ളി തുമ്പോളിയൊക്കെ ഭാഗത്തായിട്ട് കൊമ്മാടി ഭാഗത്തൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് മണ്ണിടുന്ന പണി ഇപ്പം ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കമൻറ്റിനകത്തൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതൊക്കെ പരിഹരിച്ച് ഉടൻ തന്നെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ സ്പീഡപ്പ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം നേരെ ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ നേരെ കുതിരപ്പന്തി ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ നേരെ മുമ്പോട്ട് പോകുന്നിടത്തും പിന്നെയും വലത്തേ സൈഡിലായിട്ട് പിന്നെ ചെറിയ വാൾ ബ്രിക്സ് ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് ഇനി വരാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞേച്ച് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ പണി അങ്ങോട്ട് പുരോഗമിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയൊക്കെ അത്യാവശ്യം ഈ ഒരു ഭാഗത്തെയൊക്കെ പുല്ലൊക്കെ കിളിച്ചിരിക്കുന്നത് വെട്ടിപ്പറിച്ച് കളയുന്ന പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മെഷീനൊക്കെ നമുക്കിപ്പം അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. ചെറിയ JCB ഒക്കെ ഉപയോഗിച്ച് ചെത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് കരുതുന്നത്. അപ്പം ഇവിടുന്ന് പിന്നെ അങ്ങോട്ടാണ് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണി കൂടുതലായിട്ടുള്ളത്, അതായത് ആലപ്പുഴ ബീച്ച് ഭാഗത്തോട്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട്. ഈ അപ്രോച്ച് പ്രധാനമായിട്ടും നമുക്ക് എടുത്തു പറയേണ്ടത്
ഈ രണ്ട് എൻഡ് ഭാഗത്തുമായിട്ട് തന്നെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ രണ്ട് എൻഡ് ഭാഗത്തുമായിട്ട് തന്നെ പണി അത്യാവശ്യം പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മുതൽ കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നിർമ്മാണം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലുമായിട്ടുള്ള ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞു. കുറച്ച് ഭാഗം ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് പിന്നെയും മണ്ണിട്ട് ഉയർത്തി വരേണ്ട പണിയാണ്. കാരണം നമ്മുടെ കളർകോട് ഭാഗത്തായിട്ട് തന്നെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസ്സാണ്. അപ്പം അവിടോട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഇനി ഇവിടെ മുതലാണ്. അതാണ്ട് ഈ ഒരു ഭാഗം ടാർ ചെയ്ത വശം കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ടാണ് പിന്നെ ചെറിയ വാൾ ബ്രിക്സ് ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണി തുടങ്ങേണ്ടത്. അപ്പോൾ അതിനിടയ്ക്കായിട്ട് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടാകും. കാരണം നമ്മൾ 22/2/2026 വീഡിയോ എടുത്തത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നേരെ പിന്നെ നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ നേരെ മുമ്പോട്ട് വരുന്നിടത്തായിട്ടാണ് പിന്നെ നമ്മുടെ പഴയ സിഗ്നൽ ഉണ്ടായിരുന്ന ഭാഗം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞേച്ച് പിന്നെ നേരെ മുമ്പോട്ട് വന്ന് നേരെ വലത്തേ സൈഡിലായിട്ടുള്ള മദ്രാസ് ഹോട്ടലിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പം ഞങ്ങൾ ഡ്രോൺ പറത്തി അവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പം അവിടെ ഉള്ളൊരു ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. പുള്ളി പറഞ്ഞത് എന്താണ് സർവേ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ യൂട്യൂബിനകത്ത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞതാണ് ഇവിടെ എപ്പോഴും ഈ ഒരു സിഗ്നൽ എടുത്ത് മാറ്റിയതിന് ശേഷം ഇവിടെ എപ്പോഴും റോഡ് അപകടം ഉണ്ടാവുന്നുണ്ട്. ബൈക്കിനകത്ത് ആൾക്കാർ വരുന്ന സമയത്തൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സ്കിഡായി മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് സ്കിഡായി വീഴുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എറണാകുളം ഭാഗത്ത് നിന്ന് ആലപ്പുഴ ബൈപ്പാസ് വഴി കൊല്ലം ഡയറക്ഷനിലോട്ട് പോകുമ്പം വലത്തേ സൈഡിൽ കൂടി ആയിരിക്കും നമ്മൾ വരുന്നത്. പിന്നെ നേരെ ഈ ഒരു സിഗ്നൽ ചെന്നിരുന്ന ഭാഗം കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ ഇടത്തേ സൈഡിലോട്ട് കയറി പോകേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ നേരെ പോകാൻ നേരത്ത് അവിടുന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തും. കാത്തിരിക്കുക.